السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മരണവും മരണത്തിന്റെ ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖബറിലെ ശിക്ഷകൾ അത് സ്ഥിരമായി നിലനിൽക്കുന്ന ശിക്ഷകളാണോ അതല്ല ഇടയ്ക്ക് വച്ച് അത് ഇല്ലാതെയായി പോകുന്ന കാര്യമാണോ എന്നതാണ് ആദ്യം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് റൂഹിൽ പറയുന്നത് കാണാം, അദാബുൽ ഖബരി നൗആനി ദായിമുൻ വ മുൻഖതിഉൻ. ഖബറിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുള്ള ശിക്ഷകളുണ്ട്. ഒന്ന്, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും തുടർന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷയാണ്. രണ്ടാമത്തത് മുൻഖത്തി അഥവാ
ഒരു കാലം കഴിഞ്ഞാൽ പിന്നീട് ശിക്ഷകൾ അവസാനിക്കുന്നതാണ്. ഒരിക്കലും അവസാനിക്കാതെ ഖിയാമം വരേക്കും നിലനിൽക്കുന്ന ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ഫിർഔനും അവന്റെ അനുയായികളുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ, അവരുടെ മുമ്പിൽ നരകം എല്ലാ പ്രഭാതത്തിലും വൈകുന്നേരവും അവരുടെ മുമ്പിൽ നരകത്തെ പ്രകടിപ്പിക്കപ്പെടും, അതല്ലെങ്കിൽ നരകത്തെ പ്രദർശിപ്പിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ അത് അവർ ഖബറിൽ എത്ര കാലമുണ്ടോ അത്രയും കാലമെന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സമ്രത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രി ബർസഖിലെ അവസ്ഥകൾ അതല്ലെങ്കിൽ ഖബറിലെ അവസ്ഥകൾ കാണുവാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും കൊണ്ടുപോയ ഒരു സംഭവം. അതിൽ ആ ഹദീസിന്റെ ഏറ്റവും അവസാനം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കൊണ്ട് കാണാം, അവിടെ വെച്ച് കണ്ട കുറെ അദാബുകൾ, ആ അദാബുകളെ കുറിച്ച് മലക്കുകൾ നബിയോട് പറഞ്ഞത് യുഫഅലു ബിഹി, ഇപ്രകാരം അത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും അത് തുടർന്നു കൊണ്ടിരിക്കുമെന്നതാണ് പറഞ്ഞത്. മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ധനാഢ്യനായ ഖാറൂനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബൈനമാ റജുലുൻ യംശി ഫീ ഹില്ലത്തിൻ തഅജിബുഹു നഫ്സുഹു മുറജ്ജിലിൻ ജുമ്മഹ ഇദ് ഖസഫ അല്ലാഹു ബിഹി ഫഹുവ യതജൽജലു ഫിൽ അർദി ഇലാ യൗമിൽ ഖിയാമ. ഒരു മനുഷ്യൻ അവൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുക, അവന്റെ കാര്യത്തിൽ അവനു തന്നെ വലിയ അത്ഭുതമാണ്. മുടിയൊക്കെ നന്നായി ചീകി വെച്ചയാളാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത്. അവൻ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങനെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും അവനെ ആഴ്ത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകൾ എന്ന് പറയുന്നത് അതിൽ നിരന്തരം ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ട ശിക്ഷകളുമുണ്ട് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅഥനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇവിടെ എന്താ പറഞ്ഞത്? വനുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊളപ്പെട്ടു കഴിഞ്ഞാൽ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ അവരുടെ കുഴിമാടങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവരങ്ങനെ എല്ലാവരും അവര് ഓടി അടുത്തുകൊണ്ടിരിക്കും. മാത്രമല്ല ഖാലൂ യാ വൈലനാ മൻ ബഅഥനാ മിൻ മർഖദിനാ, അപ്പൊ അവർ പറയുന്നതാണ്, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്നും ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഉണർത്തിയത്? എന്നിട്ട് പറയാം, ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇവിടെ ഖബറിൽ ശിക്ഷയില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ആയത്തിനെ കൊണ്ടുവരാറുണ്ട്. എന്താണ് തെളിവ് അവർ പറയാറുള്ളത്?
ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്നും ആരാണ് ഞങ്ങളെ ഉണർത്തിയത്? അപ്പോ ഖബറിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ശിക്ഷകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ല എന്ന് ഇതിന്റെ ഭാഗമായി കൊണ്ട് പറയാറുണ്ട്. അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് അങ്ങനെ അർത്ഥം കിട്ടുക. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഹാദാ ഖൗലു അഹ്ലിൽ ളലാൽ, ഇത് പിഴച്ച ആളുകൾ അഥവാ സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രയാസം എന്നുള്ള നിലക്ക് എടുത്തു പറയുന്ന കാര്യമാണ്. ഈ റഖദത്ത് എന്ന് പറയുന്നത് മാ ബൈന നഫഖതൈൻ, അവർ ഉറങ്ങുകയായിരുന്നു. എപ്പോഴാണ് ഉറങ്ങിയത്? രണ്ട് നഫഖത്തിനിടയിലാണ് അവർ ഉറങ്ങിയത് എന്നാണ്. അതായത് സൂറന്റെ കാഹളത്തിൽ രണ്ട് ഊത്തുണ്ട് എന്നാണ്, മൂന്നുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും രണ്ട് ഊത്തുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഊത്തിൽ പ്രപഞ്ചം മുഴുവനും താറുമാറായി പോവുകയും രണ്ടാമത്തെ യൂത്തിൽ ആളുകളെല്ലാവരും ഉണരുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോ ആ ഒന്നാമത്തെ ഊത്തോടുകൂടി എല്ലാം നശിക്കുന്ന ഒരു സമയം, ആ സമയത്താണ് ഇവരും എന്താകും, ഇവരുടെ ഖബർ ശിക്ഷ അവിടെ അവസാനിക്കും. പിന്നീട് രണ്ടാമത്തെ ഊത്തിന് അവർ എണീക്കും. ആ എണീക്കുമ്പോഴാണ് അവർ പറയുന്നത് യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. കാരണം ഇതുവരെ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങൾ അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞൊരു ചെറിയ ഒരു ഉറക്കം കിട്ടിയതാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അനുഭവിക്കുവാനുള്ളത് പ്രയാസം തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഉണർന്നപ്പോൾ അവർ എന്ത് പറഞ്ഞത് യാ വൈലനാ, ഞങ്ങളുടെ നാശമേ എന്നവർ സ്വന്തം നാശത്തെ വിളിക്കുന്നത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മുജാഹിദ് റഹിമഹുല്ലയും ഹസനുൽ ബസരി റഹിമഹുല്ലയും ഇമാം ഖത്താദയും ഒക്കെ പറയുന്നത് കാണാം. യനാമൂന നൗമത ഖബ്ലൽ ബഅസി, അവർ ആ ഉറങ്ങിയിരുന്നത് ബഅസിന്റെ മുമ്പുള്ള, അവരെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു ഉറക്കമാണ്. അഥവാ രണ്ടാമത്തെ ഊത്തിന്റെ അവസാനത്തെ ഊത്തിന്റെ മുമ്പ് ഉള്ള ആ ഒരു ഉറക്കത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. വദാലിക ബൈനൻ നഫഖതൈൻ, രണ്ട് ഊത്തുകൾക്കിടയിലാണ് അത്, അഥവാ ആ ഉറക്കം എന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ വഅമ്മൽ ഉസാതു ഫമിൻഹും മൻ യകൂനു അദാബുഹു ദായിമൻ വമിൻഹും മൻ യകൂനു അദാബുഹു മുൻഖതിഅ. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പൊ വിശ്വാസികളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുമുള്ള തൗബ ലഭിക്കാതെയാണ് അവർ മരണപ്പെട്ടത് എങ്കിൽ അവരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ശിക്ഷ അവസാനിക്കും. എന്നാൽ സത്യനിഷേധികളും കപടവിശ്വാസികളുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷകൾ അത് തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ശിക്ഷ അതിൽ കുറവ് സംഭവിക്കുമെന്നതിന് എന്താണ് തെളിവ്? അതല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് സംഭവിക്കും, അതല്ലെങ്കിൽ അത് ഇല്ലാതെയാകുമെന്നൊക്കെ പറയുമ്പോ അതിന് തെളിവായി കൊണ്ട് പറയാറുള്ളത് ആ രണ്ടുപേരുടെ ഖബറിന്റെ അടുക്കലൂടെ നബി നടന്നുപോയ സംഭവമാണ്. ആ സമയത്ത് അവർ ഖബറിൽ ശിക്ഷകൾ അനുഭവിക്കുകയായിരുന്നു. എന്നിട്ട് നബി പറഞ്ഞല്ലോ, യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫി കബീർ, അവർ രണ്ടുപേരും ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ തെറ്റുകളല്ല അവർ ചെയ്തിട്ടുള്ളത്, അവരുടെ കാഴ്ചയിൽ അവർ ചെയ്തത് വലിയ തെറ്റുകളല്ല, എന്നാൽ അത് വലിയ തെറ്റുകളാണ് താൻ. എന്നിട്ട് നബി പറഞ്ഞത്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്നാമത്തവൻ അവൻ മൂത്രവിസർജനം നടത്തുന്ന സമയത്ത് ശരീരത്തിലേക്ക് മൂത്രമാകാതിരിക്കുവാൻ ആവശ്യമായ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. രണ്ടാമത്തത് പറഞ്ഞത് നമീമത്തുമായി കൊണ്ട് നടക്കുന്നവനായിരുന്നു എന്നാണ്. എന്നിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഖബറിന്റെ മുകളിൽ രണ്ട് ഈത്തപ്പനയുടെ ഒരു മടലെടുത്ത് രണ്ടായി പിളർത്തി, പച്ച ഈത്തപ്പനയുടെ മടല് രണ്ടായി പിളർത്തി ഓരോന്നിന്റെയും മുകളിൽ ഓരോന്ന് വെച്ച്
അതിനുശേഷം പറഞ്ഞു ലഅല്ലഹു അയ്യുഖഫിഫ അൻഹുമാ മാ ലം തൈബസാ. അത് രണ്ടും ഉണങ്ങാത്ത കാലത്തോളം അവർക്ക് അവരുടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കാവുന്നതാണ്. വേറെ റിപ്പോർട്ടിൽ ഇലാ അയ്യൈബസ, ഒന്നിൽ തൈബസ എന്നാണെങ്കിൽ മറ്റൊന്നിൽ യൈബസ എന്നും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അത് ഉണങ്ങുന്നിടത്തോളം കാലം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ശിക്ഷയിൽ ഇളവുകൾ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുമെന്നതാണ്. ഈ ഹദീസ് വെച്ചുകൊണ്ട് പല ആളുകളും ഖബറിന്റെ മേലെ ചെടി കുത്താൻ നടക്കലുണ്ട്. ഈ ഹദീസ് വെച്ചുകൊണ്ട് പല ആളുകളും ഖബറിന്റെ മേലെ ചെടി കുത്താൻ നടക്കാറുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നവരാണെന്ന് വഹി ലഭിച്ചതുകൊണ്ടാണ് നബി എന്താക്കിയത്, ആ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അപ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി മുഅ്മിനീങ്ങളായ കുറെ ആളുകൾ ശഫാഅത്തൊക്കെ നടത്തിയിട്ട് അപ്പോഴും ആ ശഫാഅത്ത് നടത്തിയ ആളുകളുടെ മനസ്സിലെ അവസ്ഥ മുറിഞ്ഞ് ശിക്ഷിക്കപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ ശിക്ഷ കിട്ടണവനാണ് എന്നൊരു ചിന്തയാണ് ഇത്തരത്തിൽ ഖബറിന്റെ മേലെ ചെടി വെക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുക. ഇത് ഖബറിന്റെ മേലെ ചെടി വെക്കൽ സുന്നത്തായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്ത് മരിച്ച സമയത്ത്, മരണപ്പെട്ട സമയത്ത് ധാരാളം സഹാബിമാർ നബിയുടെ കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിന്റെ മുകളിൽ ചെടികൾ വെക്കുമായിരുന്നു. മാത്രവുമല്ല, വളരാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു ചെടിയാണ് അവിടെ നബി വെക്കാൻ ഉദ്ദേശിച്ചിരുന്നുണ്ടെങ്കിൽ ഈത്തപ്പനന്റെ മടല് രണ്ടായി മുറിച്ചെന്താക്കുമായിരുന്നില്ല, എന്റെ മേലെ കുത്തി വെക്കുമായിരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രമാണങ്ങളെ അതിനെ എങ്ങനെയാണോ മുൻഗാമികൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ നേർവിപരീതമായിരിക്കുമെന്നതാണ്. ഇനി നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു കാര്യം, എന്തൊക്കെയാണ് ഖബറിൽ ഒരു മനുഷ്യന് ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ എന്നതാണ്. പ്രധാനമായും രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞതുണ്ട്, രണ്ടാമത്തത് വിശദമായി പറഞ്ഞ കേസുകളുമുണ്ട്. അപ്പോൾ സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ അള്ളാഹുവിന് ദേഷ്യമുള്ള പ്രവർത്തനങ്ങൾ ആര് തന്നെ ദുനിയാവിൽ വെച്ച് ചെയ്താലും പിന്നീട് അവൻ തൗബ ചെയ്യാതെ മരണപ്പെടുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹദായ ഫദ്ല് കൊണ്ട് അവന് പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അവരൊക്കെ ഖബറിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അള്ളാന്റെ കോപം ഉണ്ടാകുന്ന കാര്യം തന്നെ എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിലൂടെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മോട് ദേഷ്യമുണ്ടാവും. അതുപോലെ തന്നെ ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅന റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പദപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് കോപമുള്ള കാര്യമാണ്, ദേഷ്യമുള്ള കാര്യമാണെന്നാണ്. അപ്പൊ അതിൽ പറഞ്ഞല്ലോ, പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീയെ, സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയൊക്കെ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ടെന്നാണ്. അള്ളാഹു റസൂല് ശപിച്ചിട്ടുണ്ടെന്നാണ്. ഇന്ന് പലപ്പോഴും ആൺകുട്ടികളുടെ വേഷമാണ് പെൺകുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺപെൺ വ്യത്യാസമില്ല വേഷവിധാനത്തിലൊന്നും. പിന്നെ മുസ്ലിം പെൺകുട്ടികളാകുമ്പോ തലയിൽ തട്ടങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. ബാക്കി ആൺകുട്ടികൾ ഇടുന്ന അതേ ഡ്രസ് തന്നെയാണ്. ഖബറിൽ ശിക്ഷ കിട്ടാനും നരകത്തിൽ ശിക്ഷ കിട്ടുവാനും ഒക്കെ കാരണമാകുന്ന കാര്യമാണ് ഇതൊക്കെ. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ലഅനത്ത് ഉണ്ട് എന്നത് കൃത്യമായി ആ വിഷയത്തിൽ ഹദീസുകളിൽ വന്നതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഖബറിൽ വെച്ച് ഒരാൾ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമെന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഒന്ന് അന്നമീമത്തു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഏഷണി പറഞ്ഞു നടക്കുക. ഏഷണി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ തമ്മിൽ ബന്ധം തെറ്റിക്കുവാൻ വേണ്ടി പറയുന്ന വർത്തമാനങ്ങളാണ്. ഒരാളടുത്ത് പോയിട്ട് ഒന്ന് പറയും, മറ്റൊരാളടുത്ത് പോയിട്ട് വേറൊന്ന് പറയും. എന്തിനാണത് പറയുന്നത്? അവർ തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനാണ് അത്തരം വർത്തമാനങ്ങൾ പറയാറുള്ളത്. അങ്ങനെ പറയുന്നവനൊക്കെ ഖബറിൽ വെച്ച് അതിഭീകരമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്നവനാണ്
എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഹദീസ്, അതായത് രണ്ടുപേർ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തത് ഈ പറഞ്ഞ ഒരാളായിരുന്നു അതിലൊരാൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ആവശ്യമായ സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ വേണ്ടി, ഐക്യമുണ്ടാക്കുവാൻ വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഭൗതികമായ താൽക്കാലിക ലാഭങ്ങൾ അത്തരം ആളുകൾക്കുണ്ടായെങ്കിലും മരണപ്പെടുന്നതോടുകൂടി വമ്പിച്ച നഷ്ടമാണ് അത്തരക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളത് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തത് അദമു തനസ്സുഹി മിനൽ ബൗലി, മൂത്രവിസർജനം നടത്തുന്ന സമയത്ത് ശരീരത്തിലേക്ക് മൂത്രം തെറിക്കാതിരിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാതെ മൂത്രയിക്കുക. എവിടെയാണ് മൂത്രയിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കൂല. ഒഴിക്കണ സമയത്ത് അത് ശരീരത്തിലേക്ക് തെറിക്കണുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കൂല. വസ്ത്രത്തിലേക്ക് അത് തെറിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുന്നില്ല. ഇങ്ങനത്തെ സംവിധാനം അതൊന്നും ഒരിക്കലും അങ്ങനെ, അതല്ലെങ്കിൽ മൂത്രം വഹിക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് തന്നെ തെറിക്കുന്ന രൂപത്തിലുള്ള ഇടങ്ങൾ അവിടെ ഒന്നും വെച്ച് നമുക്ക് എന്താക്കാൻ പറ്റില്ല, മൂത്രയിക്കാൻ പറ്റില്ല. അങ്ങനെ മൂത്രയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് തെറിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഭാഗം വൃത്തിയാക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്, ആ നജസ് വഹിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിൽ വരുന്നു, നമ്മൾ നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരവും നിസ്കരിക്കുന്ന ഇടവും വസ്ത്രവും ഒക്കെ നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നത്. ആ ഷർത്തൊക്കാത്തതുകൊണ്ട് ആ നിസ്കരിച്ച നിസ്കാരം അല്ലാഹു എന്താക്കൂല, സ്വീകരിക്കൂല. ഓൻ വിചാരിച്ചോ നിസ്കരിച്ചിരിക്കണെന്ന്, പക്ഷെ അള്ളാന്റെ കണക്കിൽ ഓൻ എന്തായിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മൂത്രവിസർജനം, ഇപ്പൊ മലവിസർജനം തന്നെ ആളുകൾ ശ്രദ്ധിക്കും, കുറച്ചും കൂടി ശ്രദ്ധിക്കും, ശരീരത്തിലാകുന്നതും മറ്റുമൊക്കെ. പക്ഷെ മൂത്രവിസർജനം എന്താക്കാറില്ല, അത് അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല. കാരണം ശരീരത്തിലായി കഴിഞ്ഞാൽ അതിന്റെ അടയാളങ്ങളോ മറ്റൊന്നും ആരും കാണാത്തത് കൊണ്ട് തന്നെ അതൊരു കാര്യമാക്കലുമില്ല. പക്ഷെ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഫഹാദ, ഇത് തർക്കു തഹാറത്തിൽ വാജിബ, നിർബന്ധമായും ഒരാൾ ശുദ്ധീകരിക്കേണ്ട ശുദ്ധീകരണ പ്രവർത്തനം, ആ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചത് കാരണത്താലാണ് ഈ ശിക്ഷ കിട്ടേണ്ടി വന്നത്, ഈ ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാജിബായി നിർബന്ധമായും നമ്മൾ നടത്തേണ്ട ത്വഹാറത്തുകൾ അത് കൃത്യമായി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഇതുപോലെ തന്നെ ഖബർ ശിക്ഷ നിർബന്ധമാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവന്റെ വസ്ത്രം അവൻ ഭൂമിയിലൂടെ വലിച്ചയച്ച് നടക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കോട്ടെ ഹദീസിൽ വന്നല്ലോ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ബൈനമാ റജുലുൻ യജുറു ഇസാറഹു മിനൽ ഖുയല, അഹങ്കാരത്തോടു കൂടി ഒരാൾ അയാളുടെ വസ്ത്രം അത് വലിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് അവനെ ഭൂമിയിലേക്ക് താഴ്ത്തിയത്. അപ്പൊ അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിലോ എന്നുണ്ട് അവിടുത്തെ ചർച്ച. അഹങ്കാരത്തോടു കൂടി അല്ലാന്നുണ്ടെങ്കിൽ അത് മഹാപാപമായി. അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ മഹാപാപവുമാണ്. അതോടൊപ്പം തന്നെ അവൻ അതിൽ ഖബറിൽ അവന് ശിക്ഷ അനുഭവിക്കേണ്ടയാളും കൂടിയാണ്. മാത്രമല്ല ഖുയലായോട് കൂടി ആണ് എങ്കിൽ അവനെ അള്ളാഹു നാളെ പരലോകത്ത് പരിഗണിക്കുകയില്ല എന്നും കൂടി വന്നു. അഹങ്കാരത്തോടു കൂടി അല്ല എങ്കിൽ അവൻ മഹാപാപമാണ് ചെയ്തത്. കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അസ്ഫല മിനൽ ഖഅബൈനി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ ഒരു പുരുഷന്റെ വസ്ത്രം പോകുന്നുണ്ട് എങ്കിൽ അത് നരകത്തിലാണ്. നരകത്തിലാണെന്ന് പറഞ്ഞതോടു കൂടി തന്നെ അതെന്തായി കഴിഞ്ഞു. അവിടെ അഹങ്കാരം പറഞ്ഞിട്ടില്ല. അഹങ്കാരത്തോടു കൂടി നെരിയാണിന്റെ താഴത്തേക്ക് താഴ്ത്തണമെന്ന് പറഞ്ഞിട്ടില്ല. നെരിയാണിന്റെ താഴത്തേക്ക് ഉള്ള ഭാഗം നരകത്തിലാണെന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ പാന്റുകളാണെങ്കിലും പൈജാമകളാണെങ്കിലും തുണികളാണെങ്കിലും ഒക്കെ നെരിയാണിയുടെ മുകളിൽ അവസാനിക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്.
അതിലേറെ വരുന്ന ഭാഗങ്ങൾ മുറിച്ചു കണ്ടടിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അഹങ്കാരത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലോ അപ്പൊ അള്ളാഹ് ആളെ പരലോകത്ത് അവരെ പരിഗണിക്കുകയില്ല. അള്ളാന്റെ പരിഗണന പരലോകത്ത് നിന്ന് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ദുരന്തം ഇനി അവന്റെ ജീവിതത്തിൽ വേറെ വരാനില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് ഖുയല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖബറിൽ വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് കളവ്. ഇങ്ങനെ പറയും, അങ്ങാടിയിൽ വന്നാണ് കളവ് പറയും. പക്ഷെ അതിന്റെയൊക്കെ തെളിവ് നമ്മൾ പിന്നീട് അവസാനം ഒന്നിച്ച് പറയും. ആ കളവാണ് പറയും. രാവിലെ ഓൻ അങ്ങാടി കയറി കണ്ട ഒരു കളവാണ് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് അതെല്ലോടത്തും എന്തായിട്ടുണ്ടാവും, സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് അങ്ങാടിക്കാരുടെ ആവശ്യമൊന്നുമില്ല. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ എന്തെങ്കിലും ഒരു സാധനം അതങ്ങ് ഷെയർ ചെയ്യുന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത്. അത് കളവാണോ ശരിയാണോ എന്ന് പോലും നോക്കാതെ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്, പല ആളുകളും ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ ഒരു അർത്ഥത്തിലാണ് വരുന്നത്. കാരണം പഴയ കാലത്തവന് അങ്ങാടിയിൽ പോയിക്കൊണ്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് അവിടുന്ന് ആൾക്കാർ കേട്ട് അത് കേട്ടിമ കേട്ട് അങ്ങനെ പറഞ്ഞു നടന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് നാട് മുഴുവൻ അതെന്തായിട്ടുണ്ടാവും, പാട്ടായിട്ടുണ്ടാവും. ഇന്നിപ്പോ അത്ര നേരം വേണ്ട. ഇന്നത്തെ അങ്ങാടി എന്ന് പറഞ്ഞാല് മുഴുവൻ എന്താണ്, വെർച്വൽ ലോകത്താണ് ഇന്നത്തെ അങ്ങാടികൾ പലതും. ആ അങ്ങാടികളിലാണ് പലപ്പോഴും പല കളവുകളും പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഖബറിൽ വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഖുർആനിനെ അയാൾ ജീവിതത്തിൽ പകർത്തൂല. നിർബന്ധ നിസ്കാരം, ആ നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കാതെ അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരം ആളുകളും ഖബറിൽ വെച്ചുകൊണ്ട് വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. അതുപോലെ തന്നെ അടുത്ത വിഭാഗം പറഞ്ഞത് അസ്സാനി, വ്യഭിചാരം. വ്യഭിചാരം എന്നത് സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുവാൻ വിവാഹത്തിന്റെ കരാർ എന്നത് ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യമാണ്. വിവാഹ കരാർ ഇല്ലാതെ തന്നെ അത്തരത്തിലുള്ള വീഴ്ചകളിൽ ഏർപ്പെടുക എന്നത് അത് വലിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി കൊണ്ട് കാണുന്ന, അത് അവകാശമായി കൊണ്ട് വാദിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾക്കൊക്കെ വമ്പിച്ച ശിക്ഷയാണ് അവർ മരണപ്പെടുന്നതോടുകൂടി അവർക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഹദീസുകളിൽ വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ഇപ്പോൾ ഇതിന്റെ അവസാനമായിക്കൊണ്ട് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ പലിശ ഭക്ഷിക്കുന്നവൻ ഖബറിൽ വെച്ച് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിയാണ് പലിശയുമായി ഇടപാട് നടത്തുന്ന ആളുകൾ. പലിശ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ മറ്റു വട്ടിപ്പലിശകളൊക്കെയാണ് പലിശ എന്നുള്ളതിലേക്ക് കാണാറുള്ളത്. അതല്ലാതെയും വരുന്ന പലിശ സമ്പ്രദായങ്ങൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ചും കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രയവിക്രയ രംഗത്ത് അവർ ഇസ്ലാമിക മാനങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ വരുന്നത് പലിശയുമായി ബന്ധപ്പെട്ട അപകടങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ആ രംഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ട മറ്റൊരു മസ്അലയായിക്കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കാനുള്ളത്. പലിശ എന്നാൽ എന്താണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പലിശ കടന്നു വരിക എന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും അത് ആ നിലക്ക് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉള്ള തെളിവായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സമ്റത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ഹദീസാണ്. മഹാനായ സമ്റ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സാധാരണഗതിയിൽ ഫജ്റായി കഴിഞ്ഞാൽ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ഇന്നലെ രാത്രി വല്ല സ്വപ്നവും കണ്ടോ? വല്ല സ്വപ്നവും നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അപ്പോ നബിനോട് അവര് വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട സ്വപ്നങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഖ്യാനിച്ചു കൊടുക്കും.
എന്നാൽ ഒരു പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഇതേ ചോദ്യം ചോദിച്ചു. അത് ഞങ്ങളാരും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയുന്നത് കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ലാ സ്വലാതൻ അഖ്ബല അലൈനാ ബിവജ്ഹിഹി ഫഖാല മൻ റആ മിൻകുമുൽ ലൈലത റുയ. സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിക്കും, ഇന്നലെ രാത്രി ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടോ? എന്നിട്ട് പറയും സമുറ പറയാ, ഞങ്ങളാരെങ്കിലും അങ്ങനെ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ നബിക്ക് അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഫയഖൂലു മാഷാ അല്ലാഹ് ഫസഅൽനാ യൗമൻ. അപ്പൊ നബി എന്താക്കും? മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിന് വ്യാഖ്യാനിക്കാനുണ്ടെങ്കിലൊക്കെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഫസഅൽനാ യൗമൻ ഫഖാൽ, ഞങ്ങളോട് നബി ഒരിക്കൽ ചോദിച്ചത് ഹൽ റഅ അഹദും മിൻകും റുയ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടോ? അപ്പൊ കൊല്ല, ഞങ്ങൾ പറഞ്ഞില്ല, ഇല്ല. ഖാല, ആ സമയത്ത് നബി പറഞ്ഞു, വലാകിന്നി റഅയ്തുൽ ലൈലത റജുലൈനി അതയാനി ഫഅഖദാ ബിയദി. ഇന്നലെ രാത്രി രണ്ടാളുകൾ എന്റെ അടുത്ത് വന്നു. അങ്ങനെ അവൻ രണ്ടുപേരും എന്റെ അടുത്ത് വന്നുകൊണ്ട് ഫഅഖദാ ബിയദി, അവൻ രണ്ടുപേരും എന്റെ കൈ പിടിച്ചു. ഫഅഖ്റജാനി ഇലൽ അർദിൽ മുഖദ്ദസ, അതിനൊരു പരിശുദ്ധമായ ഇടത്തേക്ക് അവൻ രണ്ടുപേരും എന്നെ കൊണ്ടുപോയി. ഫഇദാ റജുലുൻ ജാലിസുൻ, ആ സമയത്ത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. വറജുലുൻ ഖായിമുൻ, മറ്റൊരാൾ നിൽക്കുന്നുമുണ്ട്. ബിയദിഹി കല്ലൂബു മിൻ ഹദീദിൻ, ആ നിൽക്കുന്ന മനുഷ്യന്റെ കൈകളിൽ ഇരുമ്പ് കൊണ്ടുള്ള കൊളുത്തുണ്ട്. ഖാല ബഅദു അസ്ഹാബിനാ അം മൂസ ഇന്നഹു യുദ്ഖിലു ദാലിക അൽകല്ലൂബ ഫീ ശിദ്ഖിഹി ഹത്താ യബ്ലുഗ ഖഫാഹു ثم يفعل شدقه الآخر مثل ذلك ويلتئم شدقه هذا فيعود فيصنع مثله. قلت ما هذا قال انطلق فانطلقنا. അങ്ങനെ ആ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നിൽക്കുന്നയാളുടെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു കൊളുത്തുണ്ട്. മറ്റൊരു റിപ്പോർട്ട് കാണാൻ കല്ലൂബ് മിൻ ഹദീദ് എന്ന് പറയുമ്പോ ആ കൊളുത്തുമ്പല് 3 കൊളുത്തുണ്ടെന്ന്, ഒരു കൊളുത്തുമ്പോ തന്നെ 3 കൊളുത്ത്. എന്നിട്ട് ഒന്ന് വായിലേക്ക് പ്രവേശിപ്പിക്കുന്നു, രണ്ടാമത്തത് മൂക്കിലേക്ക് പ്രവേശിപ്പിക്കുന്നു, മൂന്നാമത്തത് കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് അവന്റെ ആ വായിലൂടെയും മൂക്കിലൂടെയും കണ്ണിലൂടെയും പ്രവേശിപ്പിച്ച കൊളുത്തുകൾ അവന്റെ പിരടിയിലേക്ക് വലിച്ച് പിരടി വരെ മുറിവാക്കും, പിരടി വരെ പിളർത്തുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഭാഗത്തുകൂടെ വലതു ഭാഗത്തുകൂടെ അത് പിളർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇയാൾ ഇടതുഭാഗത്തുകൂടെ വീണ്ടും ഇതേ രൂപത്തിൽ വലിച്ചുകൊണ്ട് ഇടതുഭാഗത്തുകൂടെ പിരടി വരെ എന്താക്കണം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗം ശരി എന്താണ് കീറി പൊളിഞ്ഞിട്ട് വരുമ്പോ വലതുഭാഗം വീണ്ടും ശരിയാവും. അപ്പൊ വീണ്ടും ഇയാൾ എന്താക്കുന്നു, വലതുഭാഗത്ത് വരുന്ന ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ നബിക്ക് ആകണ്ട് പ്രയാസമായി, നബിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അപ്പൊ നബി ചോദിക്കും, മഹാദ, എന്താണ്? അപ്പൊ അവരെന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻതലഖ്, മുന്നോട്ട് പോകണം, ഇനി മുന്നോട്ട് പോകണം, ഇനി കാണാനുണ്ട്. ഫന്തലഖനാ ഹത്താ അതൈനാ അലാ റജുലിൻ മുദ്തജിഇൻ അലാ ഖഫാഹു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. പിന്നീട് ഞങ്ങൾ ചെന്നപ്പോൾ എത്തുന്നത് ഒരു മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ അടുത്താണ്. വറജുലുൻ ഖായിമുൻ അലാ റഅസിഹി ബിഫഹ്റിൻ ഔ സഖറത്തിൻ. ഈ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഒരു വലിയ പാറക്കല്ലുമായി കൊണ്ട്, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ സാധനവുമായി കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരാൾ. ഫയസ്തഖു ബിഹി റഅസഹു ഫഇദാ ضربه തദഹദഹു അൽഹജർ ഫന്തലഖ ഇലൈഹി ലിയഖുദഹു. എന്നിട്ട് ഈ നിൽക്കുന്ന ആളെന്താക്കാണ്, ഈ കിടക്കുന്ന ആളുടെ തലയിലേക്ക് ഇത് ശക്തമായി കൊണ്ട് എറിയുകയാണ്.
അല്ലെങ്കിൽ അതുകൊണ്ട് പ്രഹരിക്കുകയാണ്, അവന്റെ തല ചിന്ന ഭിന്നമായി തീരുകയാണ്, ആ എറിയാൻ ഉപയോഗിച്ച കല്ല് അവിടുന്ന് ഉരുണ്ടു പോവുകയാണ്. അങ്ങനെ വീണ്ടും ഇയാളെ താക്കുക, കല്ലെടുത്ത് ശേഖരിച്ചുകൊണ്ടിരും. അപ്പോത്തിന് ഇയാളെ തല വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടാവും. വീണ്ടും ഈ തലയിലേക്ക് ഇങ്ങനെ ശക്തമായി എറിയുന്നു, തല പൊട്ടുന്നു, വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ വീണ്ടും എറിയും. അല്ല, ഹാമർ പോലുള്ള വസ്തുവാണെങ്കിൽ അതുകൊണ്ട് അടിക്കുന്നു. അപ്പൊ അയാള് ഇങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കുന്ന കേസാണ്. അപ്പൊ നബി വീണ്ടും ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഈ വ്യക്തി? ഖാല, ആ സമയത്ത് അവൻ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഖാലാലി ഇൻതലിഖ്, കഴിഞ്ഞിട്ട് ജഞ്ഞ് മുന്നോട്ട് പോകണം. അങ്ങനെ ഫത്തലഖ്നാ ഇലാ സഖബിൻ മിസ്ലത്തന്നൂർ, ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു അടുപ്പിനെ പോലത്തെ ഒരു വസ്തുവിന്റെ അടുത്താണ്. തന്നൂർ, ഇപ്പൊ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുപ്പിനാണ് തന്നൂർ എന്ന് പറയുന്നത്. അഅലാഹു ദയ്യിഖുൻ വഅസ്ഫലഹു വാസിഉൻ, അതിന്റെ മുകൾ ഭാഗം കുടുങ്ങിയാണ് വരിക, അടിഭാഗം വിശാലമായിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിയത്. മാത്രമല്ല വയതവഖദു തഹ്തഹു നാറാ, അതിന്റെ താഴ്ഭാഗത്ത് തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫൈദഖറബ ഇർതഫഉ ഹത്താ കാദ അൻ യഖ്റുജു ഫഇദാ ഖമദത് റജഉ ഫീഹാ, ആ തീ ഇങ്ങനെ കത്തുമ്പോ അങ്ങനെ ഒന്നിച്ച് ആളിട്ടായിട്ടുള്ള ഇങ്ങനെ പുറത്തേക്ക് വരും. തീ ഇങ്ങനെ കെടുമ്പോ നന്നായിട്ടുള്ളിലേക്ക് വീണ്ടും പോകും. ഈ രൂപത്തിലാണ് അതിലുള്ളത്. വഫീഹാ റിജാലുൻ വനിസാഉൻ ഉറാത്ത്, നഗ്നരായ കുറെ സ്ത്രീകളും പുരുഷന്മാരും അതിലുണ്ട്. കുൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരാണിത്? ഖാല, അപ്പോ വീണ്ടും ഖാല, അവൻ രണ്ടുപേരും പറഞ്ഞു, ഇത്തലിഖ്, നീ മുന്നോട്ട് പോകണം. ഫന്തലഖ്നാ ഹത്താ അതൈനാ അലാ നഹരിൻ മിൻ ദമിൻ, അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ഞങ്ങൾ എത്തിയത് എവിടെയാണ്? ഒരു രക്തത്തിന്റെ പുഴയിലാണ് ഞങ്ങൾ എത്തിയത്. ആ രക്തത്തിന്റെ പുഴയിൽ ഞങ്ങൾ എത്തി. അങ്ങനെ അവിടെ നോക്കിയപ്പോ എന്തുണ്ട്? അവിടെ ആ പുഴയുടെ മധ്യത്തിൽ ഒരാളുണ്ട്. മറ്റൊരാൾ ആ പുഴയുടെ കരയിൽ നിൽക്കുന്നു. ആ പുഴയുടെ കരയിൽ നിൽക്കുന്നയാളുടെ അടുക്കൽ കല്ലുകളുണ്ട്. പുഴയുടെ മധ്യത്തിലുള്ളയാൾ ഫഅഖ്ബല റജുലുല്ലദീ ഫിന്നഹരി, അയാൾ ഇങ്ങനെ പുഴയിൽ നിന്ന് രക്ഷപ്പെടാനായി കൊണ്ട് മുന്നോട്ട് വരുമ്പോ ഫഇദാ അറാദ അൻ യഖ്റുജ, ആ പുഴയിൽ നിന്നും അയാൾ പുറത്തു ചാടാനായി കൊണ്ട് അയാൾ ഉദ്ദേശിക്കുമ്പോ റമർ റജുലു ബിഹജരിൻ ഫീ ഫീഹി, ഈ പുഴയുടെ കരയിലുള്ളയാള് അയാളുടെ വായിലേക്ക് ശക്തമായി കൊണ്ട് കല്ലുകൾ കൊണ്ട് എറിയുന്നതാണ്, ഇയാൾ ശേഖരിച്ചിട്ടുള്ള കല്ല്. അങ്ങനെ ആ കല്ലുകൊണ്ട് എറിയും. വേറെ റിപ്പോർട്ടിൽ കാണാം, അവന്റെ വായിലൂടെ ആ കല്ല് പ്രവേശിച്ച് അവന്റെ മലദ്വാരത്തിലൂടെ ആ കല്ല് പുറത്തേക്ക് പോരും. കുടൽമാലകൾ മൊത്തം പുറത്തു പോരും. അത് ഭീകരമായ ശിക്ഷയാണ്. അങ്ങനെ അവന് വീണ്ടും എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങോട്ട് തന്നെ അവൻ മടക്കപ്പെടും. വീണ്ടും അവിടുന്ന് കഴിച്ചില്ലാൻ വേണ്ടി വീണ്ടും അവന് നീന്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അവനെ അള്ളാഹു പഴയ പോലത്തിലാക്കും. അപ്പൊ വീണ്ടും ഈ കരക്കുന്ന ആളെന്താക്കും? കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ വീണ്ടും നബി ചോദിച്ചു, മഹാദാ, ആരാണിത്? ഖാല, അവൻ രണ്ടുപേരും പറഞ്ഞു, ഇൻതലിഖ്, നീ മുന്നോട്ട് പോകണം. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ഹത്താ ഇൻതഹൈനാ ഇലാ റൗദത്തിൻ ഖദ്റാ, അങ്ങനെ ഞങ്ങൾ പിന്നീട് പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു തോട്ടത്തിലാണ് എത്തിയത്. ഫീഹാ ശജറത്തുൻ അദീമത്തുൻ, ആ തോട്ടത്തിൽ ഒരു വലിയ മരമുണ്ട്. വഫീ അസ്ലിഹാ ശൈഖുൻ വസബിയാൻ, ആ മരത്തിന്റെ താഴ്ഭാഗത്തായി കൊണ്ട് ഒരു വൃദ്ധനും കുറെ കുട്ടികളുമുണ്ട്. വഇദാ റജുലുൻ ഖരീബുൻ മിനശ് ശജറതി ബൈന യദൈ നാറുൻ യൂഖിദുഹാ,
ഇനി ആ മരത്തിന്റെ തൊട്ടടുത്തായി കൊണ്ട് തന്നെ അതിന്റെ മുമ്പിലായി കൊണ്ട് വേറൊരാളുണ്ട്. അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ അവിടെ തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും എന്നെയും കൊണ്ട് ആ മരത്തിന്റെ മുകളിൽ കയറി. എന്നെ ഒരു വീട്ടിലേക്ക് അവർ രണ്ടുപേരും പ്രവേശിപ്പിച്ചു. അത്ര ഭംഗിയുള്ള ഒരു വീട് ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ല. ഫീഹാ, വീട്ടിലുണ്ട് റിജാലുൻ ശുയൂഖുൻ വശബാബുൻ വനിസാഉൻ വസിബിയാനുൻ. അവിടെ വൃദ്ധന്മാരുണ്ട്, അവിടെ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളൊക്കെ ഉണ്ട്. വനിസാഉൻ, സ്ത്രീകളുണ്ട്, വസിബിയാൻ, കുട്ടികളൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് സുമ്മ അഖ്റജാനി മിൻഹാ, അവിടുന്ന് എന്നെ എന്താക്കി പുറത്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫസഇദ ബി അശ്ശജറ ഫഅദ്ഖലാനി ദാറൻ ഹിയ അഹ്സനു വഅഫ്ളലു ഫീഹാ. വേറെ മരത്തുമേൽ അവര് കൊണ്ടുപോയി. ഞങ്ങൾ ആ മരത്തുമേലും കയറി. അവിടെ ആദ്യം കണ്ടതിനേക്കാൾ സുന്ദരമായ വീടാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ കുറെ ശൈഖന്മാരും യുവാക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ചോദിച്ചു, എന്നോട് നിങ്ങൾ രണ്ടുപേരും എന്നെന്ന് രാത്രി കുറെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കറക്കിയല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കണ്ടത് എന്ന് നിങ്ങൾ എനിക്കത് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ഖാല, അവർ പറഞ്ഞു, അതെ, അമ്മല്ലദീ റഅയ്തുഹു യുശഖു സിദ്ഖഹു. അപ്പൊ വായ ഇങ്ങനെ പരടിയിലേക്ക് വലിച്ചു കീറപ്പെട്ടിരുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാളെ പ്രത്യേകത അവൻ കളവ് പറയുന്നവനാകുന്നു, പെരുങ്കള്ളനായിരുന്നു. യുഹദ്ദിസു ബിൽ കദിബതി, അവന് കളവുകൾ പറയും. ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്, അവൻ പറഞ്ഞ കളവിനെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചക്രവാളത്തിൽ വരെ എത്തും. ആ രൂപത്തിലോ കളവ് പറയും. പെരുങ്കള്ളനായിരുന്നു. ഖിയാമത്ത് നാൾ വരേക്കും അവന് ഇത് ഇപ്രകാരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വാർത്ത, അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോ, അത് നമ്മൾ ലൈക്ക് അടിക്കുമ്പോ, അതിന് നമ്മൾ കമന്റ് ഇടുമ്പോ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എത്ര ആളുകളുണ്ട് അവരിലേക്കൊക്കെ അതെന്താണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അത് സത്യമായിരുന്നോ കളവായിരുന്നോ എന്നൊന്നും നോക്കാതെ നമ്മൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഒരർത്ഥത്തിൽ ഈ പെരുങ്കള്ളന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുണ്ടാവും. കാരണം എന്താ, ആരോ ഒരു കളവ് പറഞ്ഞത് വിട്ടതാണ്. അപ്പൊ നമ്മളെ വക ഒരു തട്ടും കൊടുത്തു. അപ്പൊ എന്തായി, കുറച്ചും കൂടി എളുപ്പം അത് പല ആളുകളിലേക്ക് എത്തി. പഴയ കാലത്ത് അങ്ങാടികളിൽ വന്നിരുന്ന്, പീഡിയ കലകളിൽ വന്നിരുന്ന് അങ്ങനെ കളവ് പറയുന്ന ടീമുണ്ടേ. എല്ലാരും കുറ്റം പറച്ചിലാണ്. ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ആ പീഡിയ കൊലയിൽ വരെ വരും, എന്റെ അങ്ങേപ്പുറത്തേക്ക് വരൂല. കാരണം എന്താ, അവിടുന്ന് അത് മുടങ്ങി പോകും. അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ പീഡിയ കൊലകൾക്കൊക്കെ പകരാണെന്നുള്ളത് പല ഗ്രൂപ്പുകളും പല പേജുകളും ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ പറയുന്നതും നമ്മൾ പ്രചരിപ്പിക്കുന്നതും എത്ര കണ്ട് സത്യമാണ് എന്നത് നമ്മൾ ഉറപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ അനുഭവിക്കേണ്ടത്, ഖബറിൽ അനുഭവിക്കേണ്ട ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു വാർത്ത നമ്മൾ ഷെയർ ചെയ്ത് വിചാരിച്ചിട്ട് ഇവിടെ ദുനിയാവിലൊന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. ഒന്നും സംഭവിക്കില്ല. നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വീണ്ടും വല്ലദീ റഅയ്തുഹു യുസ്ദഖു റഅസഹു, തലയിലേക്ക് കല്ലെറിഞ്ഞ് തല ഛിന്നഭിന്നമായി കൊണ്ടിരുന്ന മനുഷ്യനുണ്ടല്ലോ, അതിന്റെ പ്രത്യേകത എന്താണ്? ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു.
ഫനാമ അൻഹു ബില്ലൈലി വലം യഅമൽ ഫീഹി ബിന്നഹാർ. രാത്രിയിൽ അവൻ ആ ഖുർആനിനെ തൊട്ട് ഉറങ്ങിക്കളഞ്ഞു, പകലിൽ അവൻ ആ ഖുർആനിനെ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുമില്ല. അപ്പൊ രാത്രി ഉറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രാത്രി അവൻ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. രണ്ടാമത്തത്, പകൽ സമയത്ത് അവൻ അവന്റെ ജീവിതത്തിലേക്ക് ആ ഖുർആനിനെ കൊണ്ടുവരാറുണ്ടായിരുന്നില്ല. വേറെ റിപ്പോർട്ടിൽ വന്നു അവൻ ഖുർആനിനെ സ്വീകരിക്കുമായിരുന്നു, ആ ഖുർആനിനെ നിരാകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഖുർആനെ നിരാകരിക്കുക, ഖുർആന്റെ നിരാകരണം 71ഓളം നിരാകരണങ്ങൾ ഇബ്നു ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മഅദിൽ കൊണ്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം കൊണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നബി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ ഓതി കയ്യിൽ ഊതിക്കൊണ്ട് ശരീരത്തിൽ തടവുമായിരുന്നു. ആ ഊതി തടവുന്നത് ഉപേക്ഷിക്കുന്നത് പോലും ഖുർആനെ നിരാകരിക്കുന്നതിൽ പെടുന്നതാണ്. നമ്മൾ ആലോചിക്കണം, നമുക്കൊരു തലവേദനയോ പനിയോ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാ? നേരെ ഡോക്ടറെ അടുത്ത് കൊടുക്കും. പോണ്ടെന്നല്ല പറഞ്ഞു, ഡോക്ടറെ അടുത്ത് പോകണം, മരുന്ന് ചികിത്സിക്കണം, തരുന്ന മരുന്ന് എന്താക്കണം, പറഞ്ഞ മാതിരി കുറിച്ചും വേണം. എന്നാൽ ഒരു നഷ്ടമില്ലാത്ത റസൂലുള്ള പഠിപ്പിച്ചെന്ന് ഏർപ്പാടാണെന്ത്? അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് കയ്യിൽ ഊതി ശരീരഭാഗങ്ങളിൽ തടവുമായിരുന്നു. അതിനെന്താ നമുക്ക് മുടക്കെന്താ? ഡോക്ടറെ അടുത്ത് പോണതോടൊപ്പം തന്നെ ഇത് നമുക്ക് ചെയ്യണീനെന്താ പ്രശ്നം എന്താ? അപ്പൊ അത്തരം കാര്യങ്ങൾ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ ഏർപ്പാടൊന്നുമില്ല. അതൊക്കെ ഒരർത്ഥത്തിൽ റഫ്ദുൽ ഖുർആനിന്റെ ഇനത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. കാരണം ഖുർആൻ കൊണ്ടുള്ള അമലുകളുടെ കൂട്ടത്തിലും പറഞ്ഞ കാര്യമാണ് അതൊന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഘട്ടങ്ങളിൽ കൊണ്ടുവരേണ്ട രൂപത്തിൽ തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഖുർആൻ നൽകപ്പെട്ട സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത് പഠിക്കുകയും അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. പിന്നെ മാത്രമേ എന്നിട്ട് എന്നാണ് റസൂൽ പറയാ, റസൂലിനോട് അയാൾ ആ മലക്കൾ പറയും, ഇത് ഖിയാമത്ത് നാൾ വരേക്കും അവനിൽ ഈ രൂപത്തിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. വേറെ റിപ്പോർട്ടിലുള്ളത് നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് അവൻ കിടന്നുറങ്ങുകയും ചെയ്യുമായിരുന്നു എന്നാണ്. വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ പറയുകയാണ്, വല്ലദീ റഅയ്തഹു ഫിസ്സഖബി ഫഹുമുസ്സുനാത്ത്. ആ അടുപ്പിൽ ഇങ്ങനെ കത്തിച്ചിരുന്നല്ലോ കുറെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ. അവർ വ്യഭിചാരികളായിരുന്നു, അവരെന്നാണ്. മാത്രമല്ല വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വല്ലദീ റഅയ്തഹു ഫിന്നഹരി, ആ രക്തത്തിന്റെ പുഴയിൽ നീ കണ്ടയാളുണ്ടല്ലോ, അയാളുടെ പ്രത്യേകത ഫഇന്നഹു ആകിലുൽ റിബാ, അവൻ പലിശ ഭക്ഷിക്കുന്നവനായിരുന്നു. അവൻ പലിശ ഭക്ഷിക്കുന്നവനായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ വശൈഖു ഫീ അസ്രി ശജറ, ആ മരത്തിന്റെ ചുവട്ട് കണ്ടൊരു വയസ്സുണ്ടായിരുന്നല്ലോ, അത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയാണ് നീ കണ്ടത്. വസ്സിബിയാന ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റുമായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അത് മനുഷ്യന്മാരെ കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ മക്കളായിരുന്നു. പിന്നെ വീണ്ടും പറയുന്നു, വല്ലദീ യൂഖിദുന്നാർ, ആ തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്ന ആളുണ്ടല്ലോ, അതാണ് മാലികുൻ ഖാസിനുന്നാർ,
നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കായിരുന്നു അത് എന്നാണ്. രണ്ടാമത്തെ ഒന്നാമത് നീ കയറിയ ഒരു വീടുണ്ടല്ലോ, അവിടെ കുറെ ആൾക്കാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അത് മുഅ്മിനീങ്ങളുടെ പൊതുവായിട്ടുള്ള, അതായത് പൊതുവായ മുഅ്മിനീങ്ങളുടെ, സാധാരണ മുഅ്മിനീങ്ങളുടെ വീടാണ് അത്. രണ്ടാമത് കണ്ട വീടുണ്ടല്ലോ, അത് രക്തസാക്ഷികളുടെ വീടാണ്. ഞാനാരാ? ഞാൻ ജിബ്രീലാണ്, ഇത് മീകായിലുമാണ്. നീ നിന്റെ തല ഉയർത്തുക. അപ്പൊ ഞാൻ എന്റെ തല ഇങ്ങനെ ഉയർത്തി നോക്കി. എന്റെ തല അങ്ങനെ ഉയർത്തി നോക്കിയപ്പോ മുകളിൽ ഇങ്ങനെ മേഘം പോലെ എന്തോന്ന് കണ്ടു. ഖാല, അവൻ രണ്ടുപേരും പറഞ്ഞു, അത് നിന്റെ വീടാണ്. ഖുൽതു, അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ദഅനി അദ്ഖുൽ മൻസിലി, എന്നൊന്ന് ഒഴിവാക്കി തരോ, ഞാൻ അവിടെ ഒന്ന് പോയി ഇരിക്കട്ടെ. ഖാല, രണ്ടുപേരും പറഞ്ഞു, ഇന്നഹു ബഖിയ ലക ഉംറുൻ, എനിക്ക് ഇനി ആയുസ് ബാക്കിയുണ്ട്. ലം തസ്തക്മിലഹു, നിന്റെ ആയുസ് എന്തായിട്ടില്ല, പൂർത്തിയായിട്ടില്ല. ഫലവിസ്തക്മൽത അതൈത മൻസിലക, നിന്റെ ആയുസ് പൂർത്തിയാകുന്നതോടുകൂടി നീ നിന്റെ വീട്ടിലെത്തും. നീ നിന്റെ വീട്ടിലെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീലും മീകായിലും കൂടി പറഞ്ഞു കൊടുക്കണം. ഇത് നമുക്ക് പറഞ്ഞതാണ് സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹത്തിന്റെ സഹീഹ് ബുഖാരിയിലെ 1386 ഹദീസായി കൊണ്ടും ഇമാം മുസ്ലിം ഇതേ ഹദീസ് തന്നെ ഒന്നുകൂടെ മുഖ്തസറായിക്കൊണ്ട്, സംക്ഷിപ്തമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഹീഹിൽ 2275 ഹദീസായി കൊണ്ടുമൊക്കെ ഉദ്ധരിച്ചത് കാണാൻ പറ്റും. ഇത് ഒരു മനുഷ്യന് ബർസഖിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. പരലോകത്ത് എത്തുന്ന സമയത്ത് സ്വർഗത്തിൽ എല്ലാവരും ഒരേ വയസ്സുള്ള ആൾക്കാരായിരിക്കും. അവിടെ എന്തുണ്ടാവില്ല. ഒരു ഉമ്മാമ നബിനോട് ചോദിച്ചില്ല, ഞാൻ സ്വർഗത്ത് കടക്കുക വെച്ചപ്പോ സ്വർഗത്ത് കടക്കൂല. അപ്പൊ ആകെ സങ്കടപ്പെട്ട പറഞ്ഞു, വയസ്സന്മാര് സ്വർഗത്ത് കടക്കൂല, എല്ലാരും യുവാക്കളായിട്ടാണ് സ്വർഗത്ത് കടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ ഇവിടെ ആരെ കണ്ടു? വയസ്സന്മാരെയും കുട്ടികളെയും യുവാക്കളെയും ഒക്കെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ബർസഖിയായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന നഈം, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് അതിനെ എണ്ണിയത്. മറ്റേത് ബർസഖിയായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന ശിക്ഷകളെ കുറിച്ചുമാണ് എന്താക്കിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഖബറിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷകൾ ലഭിക്കുവാനുള്ള കാരണങ്ങളായി പ്രത്യേകം എടുത്തു പറഞ്ഞ ശിക്ഷകൾ, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏത് സമയത്തും കയറി വരാവുന്ന കാരണങ്ങളാണ്. ഏത് സമയത്തും കയറി വരാവുന്ന കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ സൂക്ഷ്മത പാലിച്ചില്ല എങ്കിൽ നമ്മുടെ വായിലൂടെയായിരുന്നു ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിച്ച് കീറപ്പെട്ടത് എന്നും, നമ്മുടെ തലയിലായിരുന്നു ആ കല്ലുകൾ എറിയപ്പെട്ടത് എന്നും, നമ്മളായിരുന്നു ആ രക്തത്തിന്റെ നദിയിൽ നീന്തിയത് എന്നും, നമ്മൾ തന്നെയാകും ആ അടുപ്പിലിട്ട് കത്തിക്കപ്പെടുന്ന ആളുകളായി തീരുന്നവരെന്നും ഒക്കെ നമ്മൾ ഭയപ്പെടണം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി ഈ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലായിട്ട് മുന്നോട്ട് പോകുക, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകളുമായി കൊണ്ട് മുന്നോട്ട് പോകുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താവും, ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഒരാൾ രക്തസാക്ഷിയാവുകയാണ്, പിന്നെ അവർക്ക് ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുന്നയാൾക്ക് 6 ഖിസാലുകളുണ്ട്. ഒന്ന്, യുഗ്ഫറു ലഹു ഫി അവ്വലി ദഫഅ, അല്ല ഒന്നാമത്തെ വെട്ട് കിട്ടിയോ മരിക്കുന്നോട് കൂടി തന്നെ എന്തായി, ഓന്റെ എല്ലാ പാപവും പൊറുക്കപ്പെടും. രണ്ടാമത് വയറാ മഖഅദഹു ഫിൽ ജന്ന, അതെ വയുറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഇരിപ്പിടം എവിടെയാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കപ്പെടും. വയുജാറു മിൻ അദാബിൽ ഖബരി, മൂന്നാമതായി പറഞ്ഞത് വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഹദീസിൽ ഈ 3 കാര്യങ്ങൾ, ആദ്യത്തെ മൂന്നാമത്തെ കാര്യമായി കൊണ്ട് പറഞ്ഞത് ഖബറിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതിന് ഷഹീദാകണം. ഷഹീദാകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിമായി എന്നതിന്റെ പേരിൽ അവിശ്വാസികളായ ആളുകളുടെ മർദ്ദനത്തിന് ഇരയായിക്കൊണ്ട് മരിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെയാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. യുദ്ധത്തിലാണെങ്കിലും അല്ലാത്ത ഘട്ടത്തിലാണെങ്കിലും. പക്ഷെ ഒരാളങ്ങനെ ഒരു അവിശ്വാസിയാൽ കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് അയാൾ ഷഹീദാണെന്ന് പറയാൻ നമുക്ക് എന്തില്ല, നമുക്ക് പറ്റൂല. ഷഹീദാകട്ടെ അയാളെന്ന് നമുക്ക് എന്താക്കാം, പ്രാർത്ഥിക്കാം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഒരാൾ ഷഹീദാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളയാണ്. കാരണം അവന്റെ അപ്പത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ അനുസരിച്ചിരിക്കും. മറ്റൊരുവനെ എന്തിനു വന്ന കണ്ടാണ് പണിയെടുത്തത് എന്നുള്ളത് അതൊക്കെ ഇതിനെന്താണ്, ഇതിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു വ്യക്തിയെ അയാൾ ഷഹീദാണ് എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹി എന്താക്കണം, അയാൾ ഷഹീദാണെന്ന് പറയണം. അങ്ങനത്തെ വ്യക്തികളെ കുറിച്ച് മാത്രമേ ഷഹീദ് എന്ന് പറയാറ്റുള്ളൂ. നമുക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്ത് പറയാം, ഷഹീദ് എന്ന് പറയാം. എന്തേ കാരണം? ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സുമയ്യ ഷഹീദത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു റസൂൽ ആരുടെ പേരെടുത്തുകൊണ്ട് അയാൾ ഷഹീദാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഷഹീദാണെന്ന്. അതേപോലെ തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ, അഥവാ ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അതിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ മരണപ്പെട്ടവരാണ് ഇവന് ഷഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മരണപ്പെട്ട വ്യക്തികളിൽ ഇന്നാള് ഷഹീദ് ഇന്നാള് ഷഹീദ് ഇന്നാള് ഷഹീദ് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. അത് വേറെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് വരണം. അപ്പോ ഷഹാദത്തിന് നമ്മളൊക്കെ ആഗ്രഹിക്കണം. മുനാഫിക്കുകൾ മാത്രമാണ് ഷഹാദത്തിന് ആഗ്രഹിക്കാതിരിക്കുള്ളൂ എന്നാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങളൊക്കെ രക്തസാക്ഷിത്വം ആഗ്രഹിക്കും. അങ്ങനെ ആത്മാർത്ഥമായി രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്ന വ്യക്തി അവന്റെ പായന്റൽക്ക് കിടന്നാണ് മരിക്കേണ്ടി വന്നാലും അവന് ഷഹീദിന്റെ കൂലി അല്ലാഹു കൊടുക്കുന്നതാണ്. യുദ്ധത്തില് ഒരു സഹാബി പങ്കെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ആ യുദ്ധം വിജയിച്ച സമയത്ത് ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു ഓഹരി കൊണ്ടുപോയി കൊടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആ മനുഷ്യന് ഗനീമത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ വന്നിട്ട് ഇതിക്കൂടെ കണ്ട് യുദ്ധത്തിൽ അമ്പിതിക്കൂടെ കയറിയിട്ട് ഇതിക്കൂടെ പോണം, അതിനു വേണ്ടി വന്നതിന്. പക്ഷെ എന്തായാലും ഉണ്ടായില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് അവസ്ഥ ഉണ്ടാവും തന്നെയാണ്. അടുത്ത യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ശത്രുവിന്റെ എന്താണ് അമ്പ് തറച്ചിട്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഷഹാദത്തിന് ആഗ്രഹിച്ചവരായിരുന്നു അവരൊക്കെ. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആ രംഗത്ത് നമുക്ക് വലിയ ആവേശം നൽകുന്ന ചരിത്രമാണ്. ബദർ കഴിഞ്ഞ് മദീനയിലേക്ക് ആളുകൾ തിരിച്ചെത്തിയപ്പോ അല്ലാഹ് ബദരീങ്ങൾക്ക് കൊടുത്തൊരു ഓഫർ ഉണ്ടായിരുന്നു, അമലു മാ ശിഅ്തും ഗഫറല്ലാഹു ലക്കും, നിങ്ങൾ എന്താ ചെയ്തോളി, അതൊക്കെ അഡ്വാൻസ് ആയിട്ട് അല്ലാഹ് പുറത്തു തന്നിട്ടുണ്ട്. എന്തിന് ചെയ്താലും വേണ്ടി ഒക്കെ പുറത്ത് കിടുന്നതാണ്. അഡ്വാൻസ് ആയിട്ട് ഒക്കെ പുറത്തു കൊടുക്കപ്പെട്ട ടീമായിരുന്നു ബദരീങ്ങൾ. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഫദ്ലുള്ള ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹാജിറും ബദരീം കൂടിയായ ആളാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫദ്ലുള്ള മലക്കുകൾ ആരാന്ന് വെച്ചാൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. അപ്പൊ ഈ ഓഫർ കൊടുത്തപ്പോഴാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ
നബി യുദ്ധത്തിന് പോണ ഇവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളാരും അത് അറിഞ്ഞിക്കണമെങ്കിൽ പോകാതെ പോവില്ല. അതുകൊണ്ട് ഇനിയൊരു അവസരം കിട്ടണേ അപ്പൊ ഞാൻ കാണിച്ചിരുന്നു. ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നത് ഇനി ഒരു അവസരം കിട്ടിയ അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ട് നഷ്ടപ്പെടുത്തിയ അവസരമല്ല. ഉഹുദിന്റെ രണാങ്കളത്തിൽ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വികൃതമാക്കപ്പെട്ടിരുന്നു. സഹാബത്ത് പോയി നോക്കിയിട്ട് യുദ്ധം കഴിഞ്ഞപ്പോ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് പോയി നോക്കിയപ്പോ പല ആളുകളെ എല്ലാരും തിരിച്ചറിഞ്ഞു. ഒരു മനുഷ്യന്റെ ശരീരം മാത്രം മാംസകഷ്ണങ്ങളായി ഇങ്ങനെ കിടക്കണം. മുഖത്ത് തിരിച്ചറിയാൻ പോലും കഴിയുന്ന രൂപത്തിൽ ഒന്നും ബാക്കിയില്ല. അത്ര കണ്ടെന്താക്കിയെന്ന് വികൃതമാക്കപ്പെട്ടിരുന്നു. ചരിത്രത്തിൽ കാണാം 70-ൽ പരം വാളിന്റെ വെട്ടുകളും കുന്തത്തിന്റെ കുത്തുകളും ഒക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ആകെ ചിന്ന ഭിന്നമായിരുന്നു. മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ യുദ്ധ ശുശ്രൂഷകൾക്ക് വേണ്ടി ചെന്നിട്ടുള്ള സഹോദരിമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി ഈ ശരീരം കണ്ട പറഞ്ഞു ഇതിന്റെ ആങ്ങള അനസിന്റെതാണ്. ചെറുപ്പത്തിൽ അദ്ദേഹത്തെ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ കണ്ട മറുക്, തുടയുടെ ഭാഗത്ത് കണ്ട മറുക് ഈ ശരീരത്തിനുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ആങ്ങള അനസാണ്. നമ്മൾ ആലോചിച്ചു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തേറ്റ് ഇറങ്ങിയത്. വമിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ട്, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറുകൾ അവർ എന്താക്കിയിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ പ്രതീക്ഷിച്ചിരിക്കണം, പല സമയവും പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോ നമ്മളൊക്കെ നമ്മുടെ സമയം പ്രതീക്ഷിച്ചിരിക്കണം. ആ ഒരു കൂട്ടത്തിലാണ് ഉണ്ടാകേണ്ടത്. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആത്മാർത്ഥമായി കൊണ്ട് ഷഹാദത്തിന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എവിടെയെങ്കിലും പോയി കണ്ട് എന്തെങ്കിലും തല്ലുപിടി ഏൽക്കാന്നുള്ളതൊന്നല്ല. ഇസ്ലാമികപരമായിക്കൊണ്ട് ഒരു യുദ്ധം നടക്കണമെങ്കിൽ അതിന് നേതൃത്വം നൽകുവാൻ ഒരു ഭരണാധികാരി വേണം. ആ ഇമാമിന്റെ നേതൃത്വത്തിലേ നടക്കുള്ളൂ. നമുക്ക് തൽക്കാലം അങ്ങനത്തെ ഒരു ഇമാമില്ല. പിന്നെ ഇവിടെ യുദ്ധം നടക്കാന്ന് പറയേണ്ടത് അതൊരിക്കലും ഇസ്ലാമും അല്ല എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇമാമില്ലെങ്കിലും നമുക്ക് ഷഹാദത്തിനെ ആഗ്രഹിക്കാൻ മുടക്കൊന്നുമില്ല. അതുകൊണ്ട് ഷഹാദത്ത് എന്നുള്ളത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സംഭവമുണ്ട്. വയർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ട് മരിച്ച ആളുകൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായി മരണപ്പെട്ട ആളുകൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്നാണ് അബ്ദുല്ലാഹി ബിൻ യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കൊണ്ട് ഇമാം നസായി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹദീസ് സഹിഹാണെന്ന് ഹുക്മ് പറഞ്ഞിട്ടുണ്ട്. ഖാല അദ്ദേഹം പറയാണ് കുൻതു ജാലിസൻ വ സുലൈമാൻ ബിൻ സർദ് വ ഖാലിദ് ബിൻ അർഫത്ത്. അപ്പൊ ഞങ്ങളുടെ കൂടെ സുലൈമാൻ ബിൻ സർദ് ഉണ്ട്, ഖാലിദ് ബിൻ അർഫത്ത് ഉണ്ട്. ഫദക്കറു അന്ന റജുലൻ തുവഫിയ മാത ബിബത്നിഹി ഫഇദാ ഹുമാ യസ്തഹിയാനി അൻ യകൂന ശുഹദാ ജനാസതിഹി. അപ്പോഴാണ് വയർ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായി ഒരാൾ മരിച്ച വിവരം അവിടെ വാർത്ത അറിഞ്ഞതും ഇവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും പറഞ്ഞു. അപ്പോ ഒരാൾ മറ്റാളോട് ചോദിച്ചു, അലം യഖുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖ്തലുഹു ബത്നുഹു ഫലൻ യുഅദ്ദിബ ഫീ ഖബ്രിഹി. വയർ സംബന്ധമായ അസുഖത്താൽ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ, മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഖബർ ശിക്ഷ ഇല്ല എന്ന് നബി പറഞ്ഞിട്ടില്ലേ എന്നൊരാൾ മറ്റാളോട് ചോദിക്കും. രണ്ടാമത്തെ ആള് പറഞ്ഞു ബല, അതെ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോ വയർ സംബന്ധമായ അസുഖങ്ങൾ ഭയങ്കര ഭീകരകരം, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഭയങ്കര പ്രയാസകരം, വെള്ളം കുടിക്കാൻ കഴിയില്ല, ഒക്കെ പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അത് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാൻ പാടില്ല, ഖബറിൽ ശിക്ഷ കഴിച്ചിലായി കിട്ടാൻ വേണ്ടി. എന്നാലോ അടുത്ത വേറെ പണിയുണ്ട്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ പണി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ കുല്ല ലൈലത്തിൻ മനഅഹു അല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ വകുന്നാ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുസമ്മീഹാ അൽമാനിഅ വഇന്നഹാ ഫീ കിതാബില്ലാഹി സൂറത്തുൻ മൻ ഖറഅ ബിഹാ ഫീ കുല്ലി ലൈലത്തിൻ ഫഖദ് അക്സറ വഅതാബ. എല്ലാ രാത്രിയിലും ഒരാൾ കടന്നിറങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ രാത്രിയിലും ഒരാൾ തബാറക് ഓതിക്കഴിഞ്ഞാൽ ആകെ 30 ആയത്തുള്ളൂ. അത് ഓതിക്കഴിഞ്ഞാൽ സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ അവന് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവുണ്ട്. നല്ലത് മറയുന്നേത്ത് തബാറക് ഓതിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് തന്നെ ഖബറാളെന്താണ് ഖബറിൽ വെച്ചോണ്ടിരിക്കുന്ന നേരത്തെ കാണുന്ന തബാറക് ഓതുന്നത്. അതിനൊരു തെളിവില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓതിട്ടില്ല, സഹാബത്ത് ഓതിട്ടില്ല, അഇമ്മത്തുൽ അർബഈന്റെ അടുത്ത് അങ്ങനത്തെ ഒരു ചർച്ച തന്നെ വന്നിട്ടില്ല. ഒക്കെ ഇവിടുത്തെ മൂല്യന്മാർ ഉണ്ടാക്കിയതാ. അതിന് പകരം ഇതാണ് സമൂഹത്തിന് പറഞ്ഞു തബാറക് എന്താക്കുക ഊതുക എന്ന് ഓതുക. രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് തബാറക് ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിൽ നിന്ന് മോചനമുണ്ട്, ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ടെന്ന് ഞങ്ങൾ നബിന്റെ കാലത്ത് ഇതിന് അൽ മാനിഅ എന്ന് പറയാറുണ്ടായിരുന്നു. അൽ മാനിഅതു എന്നാൽ തടയുന്നതായ കാര്യം, ഖബർ ശിക്ഷയെ തൊട്ട് തടയുന്ന കാര്യം എന്ന നിലക്ക് ഞങ്ങൾ എന്താക്കാറുണ്ട്. സൂറത്തുൽ മുൽക്കിന് ഞങ്ങൾ നബിന്റെ കാലത്ത് പേര് പറയാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കൊണ്ട് ഇമാം നസായി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ച് കാണാൻ കഴിയും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഷഹാദത്തിന് ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കുക, രണ്ടാമത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തബാറക എന്നും രാത്രി ഓതാന്നുള്ളതാണ്. അതുപോലെ തന്നെ വയർ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ ഓലെ സമാധാനിപ്പിക്കുക. ഈ അവസ്ഥയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഖബറിൽ കഴിച്ചിലാവും. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താക്കല്ലേ, ഇത് പറയല്ലേ, ഇത് ചെയ്യല്ലേ, ക്ഷമിക്ക്, കുറച്ചൊരു കൂലി തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താക്കണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അവർക്ക് രോഗശമനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവരെ സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഖബറിലുള്ള ശിക്ഷയാണെങ്കിലും രക്ഷകളാണെങ്കിലും എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥകൾ എന്നും അതിൽ ഏതാനും ചിലത് മാത്രം ഉദാഹരണം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യം അഥവാ അന്നഫ്ഖു ഫിസ്സൂർ, സൂറിലുള്ള ഊത്ത്, ഇതാണ് പിന്നീട് എന്താക്കുന്നത് പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഇതല്ലാത്ത മറ്റു ചർച്ചകൾ എന്ന് പറഞ്ഞാല് അശ്റാത്ത് സാഅണ്ട് അഥവാ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. പക്ഷെ അതെല്ലാം കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം 5-6 ദിവസത്തെ ക്ലാസ്സിലൂടെ ക്രമീകരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഈ വിശ്വാസ രംഗത്ത് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ത്, രണ്ടാമത്തത് മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്, മൂന്നാമത്തത് ഖബറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഖബർ എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ബർസഖാണ്. ഖബർ എന്ന് പറയാനുള്ള കാരണം അതിൽ കത്തിക്കപ്പെടുന്നവനും അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചില്ലാതെയാനൊക്കെ ഇത് തന്നെ ഉണ്ടാകുക. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരും ഖബറിൽ അടക്കപ്പെടുന്നവരാണ് എന്നതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഖബറിലെ ശിക്ഷ, ഖബറിലെ രക്ഷ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട്, അഥവാ ഒരു മനുഷ്യൻ അദ്ദേഹം മരിക്കാൻ നേരത്ത് തന്റെ മക്കളോട് വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത് ചെയ്തത്? എന്നെ നിങ്ങൾ ചിതയിൽ കത്തിക്കണം, കാരണം ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹ് എന്നാൽ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിച്ചില്ലാവും നിങ്ങൾക്ക് തോന്നണില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കത്തിച്ചിട്ട് ഭസ്മമാക്കിയിട്ട് നിങ്ങൾ എന്താക്കണം, കാറ്റുള്ള ദിവസം മരുഭൂമി കൊണ്ടേക്കാണ് വിതരണം, എന്നിട്ട് നന്നായിട്ട് പാറിപ്പോണം, എന്നിട്ട് എന്നെ കിട്ടരുതെന്നാണ്. അങ്ങനെ മക്കള് വാപ്പാന്റെ വസിയത്ത് നടപ്പിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ എന്താക്കി, തിരിച്ചു വിളിച്ചു. അയാള് വയമേരിയായി. അയാളോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചു. പഠിച്ചവൻ എന്നെ പേടിച്ചിട്ട് എന്നെ ചെയ്തതെന്ന്, എന്നാ എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടെന്ന് പൊയ്ക്കോ സ്വർഗത്തേക്ക് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അത് കത്തിച്ചാലും കത്തിച്ചിട്ടില്ലെങ്കിലും അതല്ലെങ്കിൽ കൈക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളതല്ല ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അത് ബർസഖാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ കഴിയില്ല,
അത് കാണാനോ അതല്ലെങ്കിൽ അത് അനുഭവിക്കാനോ ദുനിയാവൊന്നും കഴിയില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.